ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കച്ചവടം എന്താ വെച്ച് കഴിഞ്ഞാൽ കൈപ്പക്ക എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. കൈപ്പക്ക എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ഏകദേശം തമിഴ്നാട് കേരള ബോർഡറിലേക്കാണ്. അങ്ങനെ ഡീസലൊക്കെ നമ്മൾ ഫുൾ ടാങ്ക് ആക്കിയിട്ട് നമ്മളിതാ അവിടുന്ന് യാത്ര തിരിച്ച്. അപ്പോൾ എന്താണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസമായി കൈപ്പക്ക എടുത്തിട്ട്, അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാം. പോണ വഴിക്കാണെങ്കിൽ നല്ല അടിപൊളി പാടം, നല്ല കൊക്കുകളും നല്ല നെൽവയലൊക്കെ നല്ല സീനറി ആട്ടോ. ഒരു രക്ഷയില്ല. പാലക്കാടൻ ഭംഗി എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ ഓരോ കൃഷികളാണ്. അത് പറയാതിരിക്കാൻ തന്നെ വയ്യ. അങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പോൾ തമിഴ്നാട് ബോർഡറിലേക്ക് കടന്നു. തമിഴ്നാട് കടന്നിട്ട് കുറച്ചുകൂടി പോകണം കേട്ടോ നമുക്ക്. അവിടെ കൂടുതൽ ഇങ്ങനത്തെ ഈ റോഡ് സൈഡിലേക്ക് ഇങ്ങനെ പരന്ന് നിൽക്കുന്ന മരങ്ങളാണ് കൂടുതലും ഉണ്ടാവുക. ഇത് പുളിമരമാണ് കേട്ടോ. അത്യാവശ്യം വർഷങ്ങളായിട്ടുള്ള മരങ്ങളാണ്. നല്ല തണലും നല്ല വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറി. കുഴപ്പമില്ല, നല്ലൊരു ഹോട്ടലാണ്. അങ്ങനെ കയറിയിട്ട് നമ്മൾ കഴിച്ചത് നെയ് റോസ്റ്റ് ആയിരുന്നു. കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാറും ചട്നിയൊക്കെ ആയിട്ട് നല്ലൊരു പിടി പിടിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ തോട്ടത്തിലേക്ക് പോകുമ്പോഴാണ് ഈ ഗ്രാമം പോലത്തെ ഒരു ഏരിയ കണ്ടത്. കുഴപ്പമില്ലാത്തൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഏരിയയാണ് കേട്ടോ. നല്ല അടക്കിയിട്ടുള്ള വീടുകൾ. നമ്മൾ തോട്ടത്തിലെത്തിയിട്ട് നമ്മൾ ചാക്കിലാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഈ വണ്ടിയിൽ കയറ്റണം. നമ്മൾ കുറച്ച് കയ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഒരു ഓർഡർ കിട്ടിയപ്പോൾ ഒരു ചാക്കിലാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുക്കപ്പോൾ ഒന്ന് പുറത്തിറങ്ങി നിൽക്കുക. നമ്മളാണ് ഈ കാഴ്ച കണ്ടത്. കുളത്തിലേക്ക് വെള്ളം ശേഖരിച്ചിട്ട് ഈ കുളത്തിൽ നിന്നാണ് കേട്ടോ അവർ മറ്റ് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം ശേഖരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കോ എന്ന് പറഞ്ഞിട്ടുള്ള കായാണ്. ഇത് തോട്ടം മൊത്തം തന്നെയാണ്, ഫാമാണ് ഇതിൻ്റെ. നല്ല രസമുണ്ട് ഈ കായ കാണാനായിട്ട്. ഇതിപ്പോൾ പച്ചയാണ്, ഇത് നന്നായി പഴുക്കുമെന്നാണ് കേട്ടോ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. കൊക്കോ കൊക്കോ എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട്, നല്ല പന്തലായിട്ട് നിൽക്കണം. അപ്പോഴാണ് ചേട്ടൻ നല്ല അടിപൊളി സാധനമായിട്ട് വന്നത്. ഒറ്റ ചവിട്ടുന്ന സാധനം സ്റ്റാർട്ടായി ഓടിക്കുകയും ചെയ്യുക, ചവിട്ടി പോവുകയും ചെയ്യുക. അമ്മാതിരി സാധനം കേട്ടോ. കാരണം നമ്മളെ വണ്ടിയിലെ ബോട്ട്സുകളൊക്കെ ഇറക്കി നമുക്കിനി ചാക്കുകളൊക്കെ നമുക്കിനി വണ്ടിയിലേക്ക് കയറ്റണം. ഏകദേശം ഒരു 5 ചാക്ക് ആയിട്ടുള്ളൂ. ഏകദേശം ഒരു 10-16 ചാക്കിൻ്റെ അടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടുത്തെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി കഴിഞ്ഞ് കുറച്ച് താഴെ തന്നെ വേറൊരു തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കയ്പൂടിയും കയറ്റാണ്ട് അതുകൂടിയും കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ ഒരു ഇവ ആൾ ഉഷാറാണ് കേട്ടോ. ജീവ എന്നാണ് അവൻ്റെ പേര്. വൻ ആക്റ്റീവാണ് അവൻ, നല്ല വൈബാണ് അവൻ. ആണ് നമ്മുടെ വണ്ടിയിലൊക്കെ കയറ്റി. നമ്മുടെ ബോട്ട്സ് കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കെട്ടി ലോഡാക്കിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകട്ടോ. പോകുന്ന വഴിക്കാണെങ്കിൽ ഇവിടെ ഒരു പരിപാടി നടന്ന സ്ഥലമാണ്. അപ്പോൾ സ്റ്റേജൊക്കെ ഉണ്ടാക്കിയത് ഓല കൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ള ഒരു കമ്പനിക്ക് കൊടുത്ത ഓർഡറാണ് ഇട്ടത്. ഇതാണിപ്പോൾ അവർ ചെത്തിയിട്ട് ഫുൾ ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ വീണ്ടും കയ്പൊക്കെ വന്നിരിക്കുന്നത്. നമ്മളവിടെ വന്ന് ലോഡൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുക കേട്ടോ. ലോഡൊക്കെ ഇറക്കി നമ്മൾ പോകുമ്പോഴാണ് വേറൊരു അതിമനോഹരമായൊരു പാടം കണ്ടത്. ആ നേരെ കാണാൻ മലകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിയാമ്പതി മലയുടെ ഒരു ഭാഗമൊക്കെയായിട്ട് വരും കേട്ടോ. ഫുള്ളും മഞ്ഞിങ്ങനെ മൂടി നിൽക്കുകയാണ്. സന്ധ്യാസമയം ആയിട്ട് വരുന്നുള്ളൂ. അപ്പോഴേക്കും മഞ്ഞായി ഇവിടെയൊക്കെ. നല്ല വൈബാണ് കാണാൻ. എന്ത് രസമാണെന്ന് നോക്കിയാൽ. ഫുള്ളും ചുറ്റും മഞ്ഞും പാടൊക്കെ ആയിട്ട്. ആ നേരെ കണ്ട അറ്റത്ത് വെള്ള കളറിൽ അതൊക്കെ മഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്ന ഏകദേശം നമ്മുടെ നാട്ടിലെത്താറായിട്ട്. നാട്ടിലെത്തി ഇന്ന് മൊത്തം ടയേർഡായി. നമുക്ക് കച്ചവടമില്ല. അപ്പോൾ കമ്പനിക്ക് കൊടുത്തു. അപ്പോൾ ഓക്കെ, ബൈ.